നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. രണ്ടാം ജന്മം തന്നതിന് സുഷമാജിക്ക് നന്ദി പറഞ്ഞ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യ മോചിപ്പിച്ച മുസ്ലിം യുവതി ഉസ്മ അഹമ്മദ്. 2017 ഇന്ത്യൻ ഹൈക്കമ്മീഷൻ പാകിസ്ഥാനിൽ നിന്നും മോചിപ്പിച്ച ഉസ്മ അഹമ്മദ് എന്ന യുവതിയാണ് തന്റെ ജീവിതത്തിൽ പുതിയ പ്രകാശം തെളിച്ച വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിന് കൃതജ്ഞതയുമായി എത്തിയിരിക്കുന്നത്. 2017 വാർത്താ തിലക്കെട്ടുകളിൽ നിറഞ്ഞു നിന്നിരുന്ന പേരായിരുന്നു പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യൻ ഹൈക്കമ്മീഷൻ മോചിപ്പിച്ച ഉസ്മ അഹമ്മദ്. 2017 മലേഷ്യയിൽ വെച്ച് ഒരു പാകിസ്ഥാൻ പൗരനുമായി ഉസ്മ പ്രണയത്തിലായി. എന്നാൽ പിന്നീട് പുറത്തു വന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതായിരുന്നു. പാകിസ്ഥാനിലെ ഒരു ഒറ്റപ്പെട്ട പ്രദേശമായ ഖൈബർ പഖ്തൂൺഖയിൽ 1 മാസത്തോളം അയാൾ ഉസ്മയെ തടങ്കിൽ പാർപ്പിച്ചു. നിലവിൽ ഒരു ബ്യൂട്ടി പാർലറിന്റെ നടത്തിപ്പുകാരിയാണ് ഉസ്മ അഹമ്മദ്. 2 വർഷം ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച ശേഷമാണ് ജീവിതത്തിലെ കൈപ്പേറിയ ദുരനുഭവത്തിൽ നിന്നും മുക്തയാവാൻ സാധിച്ചത്. പാകിസ്ഥാനിലുണ്ടായ വേദനാജനകമായ അനുഭവങ്ങളാണ് സമാനമായ കഷ്ടതകൾ അനുഭവിക്കുന്നതുവരെ സഹായിക്കുന്നതിന് മുൻകൈയെടുക്കാൻ പ്രചോദനമായത്. പാകിസ്ഥാനിൽ തടവിലുള്ള സ്ത്രീകളെ സഹായിക്കാൻ ഡോട്ടർ ഓഫ് ഇന്ത്യ എന്ന പേരുള്ള ഒരു സന്നദ്ധ സംഘടനയും ഹെൽപ്പ് ലൈൻ നമ്പറും തുടങ്ങാൻ ആലോചിക്കുന്നുണ്ട്. ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായവരോട് പറയാൻ ഒന്നേ ഉള്ളൂ: കഴിഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ നിന്നും കഴുകിക്കളഞ്ഞ് ജീവിതത്തിൽ പുതിയൊരു അധ്യായം ആരംഭിക്കുക എന്ന് പറഞ്ഞ ഉസ്മ പാകിസ്ഥാനിൽ നിന്നും മടങ്ങിയെത്തിയ തന്നെ സ്വീകരിക്കാൻ ആളുകൾ തയ്യാറായില്ലെന്നും കൂട്ടിച്ചേർത്തു. തനിക്കുണ്ടായ ദുരനുഭവങ്ങളും മാനസികമായി ഏൽപ്പിച്ച മുറിവുകളും വളരെ വലുതായിരുന്നു. അതിൽ നിന്നൊക്കെ മുക്തയാകാൻ തനിക്ക് 2 വർഷം വേണ്ടിവന്നു എന്ന് പറയുന്നതിനൊപ്പം ഇന്ത്യൻ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിന് നന്ദി പറയാനും ഉസ്മ മറന്നില്ല. തനിക്കൊരു 2ാം ജന്മം നൽകിയത് സുഷമ സ്വരാജാണ്. അവരെനിക്ക് സ്വന്തം അമ്മയെ പോലെയാണ്. എൻ്റെ ബ്യൂട്ടി പാർലറിൽ വന്നില്ലെങ്കിലും ആശംസകൾ നേർന്നിരുന്നു, ഉസ്മ അഹമ്മദ് പറഞ്ഞു. പാകിസ്ഥാനിലെ തന്റെ ജീവിതം ആസ്പദമാക്കിയുള്ള സിനിമയുടെ തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുകയാണെന്നും സിനിമയുടെ നിർമ്മാതാവായ രാകേഷ് ജിക്ക് നന്ദി പറയുകയാണെന്നും ഉസ്മ അറിയിച്ചിരുന്നു. ഒരു വിദേശകാര്യമന്ത്രി എന്ന നിലയിൽ ഒട്ടനവധി പേരെ കുരുക്കുകളിൽ നിന്നും രക്ഷിച്ചതിന് അഭിനന്ദന പ്രവാഹവും കൃതജ്ഞതയുമൊക്കെ ലഭിക്കുന്ന വ്യക്തിയാണ് സുഷമ സ്വരാജ്. വലിപ്പച്ചെറുപ്പമില്ലാതെ ഏതൊരു വ്യക്തിയുടെയും മോചനത്തിന് പിന്നിൽ സുഷമ സ്വരാജിന്റെ കൈയുണ്ടാകും. ഇത് പല രാഷ്ട്രീയ വിദഗ്ധരോടും വിലയിരുത്തിയിട്ടുള്ളതുമാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഏവർക്കും വേണ്ടി നിലനിൽക്കുന്ന വിദേശകാര്യമന്ത്രിയുടെ രാഷ്ട്രീയ നിലപാടുകൾ പലപ്പോഴും അവരെ കറയില്ലാത്ത ജനസേവകയായി മാറ്റിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.